മണ്ണിടിച്ചിലുണ്ടായ ശിരൂരിൽ തിരച്ചിൽ ആരംഭിക്കുന്നത് വൈകും എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. കേരളത്തിൽ നിന്നും അതിവേഗം ഉപകരണങ്ങൾ എത്തിച്ചാലും കാലാവസ്ഥയിൽ മാറ്റം വരാതെ പുഴയിലേക്ക് ഇറങ്ങില്ല എന്ന നിലപാടിലാണ് ജലഭരണകൂടം. തൃശൂരിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തിന് ശിരൂരിലേക്ക് എത്താൻ അനുമതി നൽകിയിട്ടുണ്ട്. തൃശൂരിൽ നിന്നുള്ള സംഘം പുറപ്പെടുകയും ചെയ്തു. സരീഷ് പി കെ ചേരുന്ന വിവരങ്ങളുമായി. സരീഷ്, ഈ ദൗത്യം എന്താണെങ്കിലും വൈകും എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം ഈ ഡ്രഡ്ജർ അത് വെള്ളത്തിന്റെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടന്ന് അടിയിലുള്ള ചെളി നീക്കാൻ കെൽപ്പുള്ളതാണെങ്കിൽ കൂടി അടിയൊഴുക്ക് കൂടിയാൽ അത് കുറച്ച് ദുഷ്കരമാകുമെന്ന് നിർമ്മാണ കമ്പനി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ദൗത്യം ഇനിയും നീളും എന്ന സൂചന തന്നെയല്ലേ പുറത്തു വരുന്നത്? കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് വെള്ളത്തിന്റെ കളറിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പോലും പക്ഷേ ഇപ്പോഴും മുങ്ങാൻ സാധിക്കുന്ന ഒരു സാഹചര്യമല്ല. പുഴയിൽ ഒരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനവും ഇപ്പോൾ നടക്കുന്നില്ല എന്ന ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഒരാളും അല്ലെങ്കിൽ നേവിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സേനയോ SDRF NDRF ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പല സമയത്ത് ഈ പുഴ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം മന്ത്രിയും MLA എല്ലാം പറഞ്ഞത് പുഴയിൽ എല്ലാ ദിവസവും പരിശോധന നടത്തും, ഏത് സമയത്താണോ ഒഴുക്ക് കുറയുന്നത് ആ സമയത്ത് ഈ പുഴയിലേക്ക് ഇറങ്ങിയുള്ള പരിശോധന പൂർത്തിയാക്കും, താഴെ തട്ടിലേക്ക് പരിശോധന നടത്തും എന്നൊക്കെയായിരുന്നു. പക്ഷേ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ഒരു തരത്തിലുള്ള പരിശോധനയും ഇവിടെ നടന്നിട്ടില്ല. ഉദ്യോഗസ്ഥർ പോലും ഈ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ രാത്രിയാത്രയ്ക്കായി ഹൈവേ തുറന്നു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പകൽ സമയത്ത് ഇവിടെ രക്ഷാപ്രവർത്തനം ഈ പുഴയുടെ പിൻഭാഗത്ത് അല്ലെങ്കിൽ ഈ പുഴയോട് ചേർന്നുള്ള ഭാഗത്ത് ലക്ഷ്മണന്റെ കടയ്ക്ക് പിന്നിൽ അവിടെ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഈ പ്രദേശവാസികളായ ലോകേഷ് ഒപ്പം ജഗന്നാഥ് ഇവരെ കണ്ടെത്തേണ്ടതുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുമോ എന്നറിയാൻ അവിടെ പരിശോധന നടത്തും എന്നൊക്കെയായിരുന്നു ഇന്നലെ പറഞ്ഞത്. പക്ഷെ അത്തരത്തിൽ ഒരു പരിശോധനയും ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. മറിച്ച് ഇപ്പോൾ JCB ചെയ്യുന്നത് ഈ 4 ലൈൻ പാതയാണ്. അതായത് 4 ലൈൻ പാതയിൽ 2 ലൈൻ മാത്രമാണ് ഇപ്പോൾ തുറന്നു കൊടുത്തിരിക്കുന്നത്. കാരണം ഈ മലയോട് ചേർന്നുള്ള നേരത്തെ ഇടിഞ്ഞ മലയോട് ചേർന്നുള്ള ഭാഗം ഇപ്പോഴും അല്പം മണ്ണ് അവിടെയുണ്ട്. ആ മണ്ണ് നീക്കം ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു രക്ഷാപ്രവർത്തനവും ഇപ്പോൾ ഇവിടെ നടക്കുന്നില്ല എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇനി ദിവസങ്ങളോ മാസങ്ങളോളോ തന്നെയോ കാത്തിരിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആ പുഴ ഇപ്പോഴും വളരെ രൗദ്രമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ശക്തമായ അടിയൊഴുക്കുണ്ട്. ആ അടിയൊഴുക്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 6 നോട്ട്സാണ് ഇപ്പോഴും ഈ അടിയൊഴുക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ അല്ലെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ ഇവിടേക്ക് ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിക്കുക എന്നുള്ളത് യാഥാർത്ഥ്യമാവില്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും മഴ ശക്തമാകും എന്നുകൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. അടുത്ത 21 ദിവസം വളരെ ശക്തമായ മഴയും കാറ്റും ഉണ്ടാകും എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു. അതോടൊപ്പം തന്നെ അവർ ചൂണ്ടിക്കാട്ടുന്നത് ഈ പുഴ വീണ്ടും പുഴയിൽ നീരൊഴുക്ക് കൂടാനുള്ള ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുകൂടി പറയുന്നു. കാരണം ഇതിന്റെ ഈ പുഴയോട് ചേർന്നുള്ള പശ്ചിമഘട്ട മലനിരകളിൽ കൂടുതൽ മഴയുണ്ടാകും, അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ളവ ഉണ്ടാകും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പുഴയിൽ കൂടുതൽ ജലനിരപ്പ് വീണ്ടും ഉയരാനുള്ള സാധ്യതയും അതോടൊപ്പം തന്നെ ഈ വെള്ളം കലങ്ങി മറിയാനുള്ള സാധ്യതയും കൽപ്പിക്കപ്പെടുന്നുണ്ട്. ആ സാഹചര്യത്തിൽ വീണ്ടും ഇത്തരത്തിലൊരു ഡ്രഡ്ജിംഗ് മെഷീൻ നിലവിൽ നമ്മൾ അവിടെ നിന്നും കൊണ്ടുവരുന്ന ഡ്രഡ്ജിംഗ് മെഷീൻ കേരളത്തിൽ നിന്നും കൊണ്ടുവരുന്ന ഡ്രഡ്ജിംഗ് മെഷീൻ എന്ന് പറയുന്നത് വളരെ ഈ കനാലുകളിലും അതോടൊപ്പം തന്നെ ഈ കുളങ്ങളിലും മാത്രം ഉപയോഗിച്ച് ശീലമുള്ളവയാണ്. അത് ഇത്രയേറെ കുത്തൊഴുക്കുള്ള മേഖലയിൽ ഇറക്കിയാൽ എത്രത്തോളം രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനാകും എന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം അതിന്റെ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് 6 നോട്ടിക്കൽ മൈലാണ് നിലവിലെ ഇവിടത്തെ ഒഴുക്ക്. 4 നോട്ടിക്കൽ മൈലിനപ്പുറത്തേക്ക് ഒരു കാരണവശാലും ഈ ഡ്രഡ്ജിംഗ് മെഷീൻ പുഴയിലേക്ക് ഇറക്കാനാകില്ല എന്നുള്ളതാണ്. നിലവിലെ സ്ഥിതിഗതികൾ പരിശോധിച്ച ശേഷം മറ്റു കാര്യങ്ങൾ പറയാമെന്നവർ പറയുമ്പോഴും അത് എത്രത്തോളം ഫീസിബിൾ ആണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഈ പുഴയുടെ ഒഴുക്ക് കുറയണമെങ്കിൽ ഇനിയും 1 മാസത്തിലേറെ
സമയമെടുക്കും എന്ന് തന്നെയാണ് ഇവർ എല്ലാം പറയുന്നത്. പ്രദേശവാസികളും അത് സമ്മതിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇവിടെ വാഹനം കൊണ്ടുവന്നാലും എത്ര നാൾ കഴിഞ്ഞ ശരി സതീഷ, ഈ പറഞ്ഞതുപോലെ തന്നെയാണ് തിരച്ചിൽ തുടരും, ദൗത്യം തുടരുമെന്ന് അധികൃതർ എല്ലാവരും പറയുമ്പോഴും ഇത് എന്ന് തുടരും എന്നൊരു കാര്യത്തിൽ, എന്ന് തുടങ്ങാനാകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. പുഴയുടെ അടിയൊഴുക്ക് ഇനി എന്ന് 6 നോട്ടിക്കൽ മൈലിൽ നിന്ന് കുറഞ്ഞ് ഒരു 2 നോട്ടിക്കൽ മൈൽ, 2.5 നോട്ടിക്കൽ മൈൽ ആകും എന്നത് ഇനി കാത്തിരുന്ന് തന്നെ അറിയേണ്ട ഒരു കാര്യം. വരുന്ന 21 ദിവസം മഴ കൂടി പ്രവചിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ദൗത്യം കൂടുതൽ ദുഷ്കരമായി തീരുകയാണ്. സരീഷ് പി ക്കാണ് വിവരങ്ങൾ നൽകിയത് ഷിരൂരിൽ നിന്നും.